ഹായ്, ഇത് ലൈറ്റ് അണച്ചിട്ടുള്ള ഒരു വ്യൂ ആണ്. പിക്സൽ LED നിയോണിൻ്റെ ലൈറ്റ് അണച്ചിട്ടുള്ള വ്യൂ. സൗണ്ടിനനുസരിച്ച് വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലാതെയും നമുക്കിത് വർക്ക് ചെയ്യിക്കാനായിട്ട് സാധിക്കുന്നതാണ്. പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും LED സെൻറ്ററിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് LED നിയോൺ പിക്സൽ സ്ട്രിപ്പാണ്. എൻ്റെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. സിംഗിൾ കളർ നിയോണിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഇതിന് മുന്നേ തന്നെ ഞാൻ ഈ ഒരു ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ പോയിട്ട് ആ ഒരു വീഡിയോ കൂടെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നിയോൺ എന്താണെന്നും അതിൻ്റെ ഡീറ്റെയിൽസിനെ പറ്റി നിങ്ങൾക്കൊരു ധാരണ ലഭിക്കുന്നതാണ്. അപ്പോൾ തന്നെ ധാരാളം കസ്റ്റമേഴ്സ് എന്നോട് പറഞ്ഞതാണ് പിക്സൽ നിയോൺ വരുമ്പോൾ അതിനെപ്പറ്റിയും ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ ആവശ്യപ്രകാരമാണ് ഞാൻ ഈ ഒരു പിക്സൽ സ്ട്രിപ്പ് വരുത്തിയതും അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് സ്പെസിഫിക്കേഷൻസിലേക്ക് കടക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന ഈ ഒരു സ്ട്രിപ്പാണ് പിക്സൽ നിയോൺ സ്ട്രിപ്പ്. നിങ്ങൾ പിക്സൽ LEDനെ പറ്റിയിട്ടും പിക്സൽ സ്ട്രിപ്പിനെ പറ്റിയിട്ടുമൊക്കെ ഈ ഒരു ചാനൽ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതും പിക്സൽ കാറ്റഗറിയിൽ തന്നെ വരുന്ന ഒരു ലൈറ്റാണ്. പക്ഷേ ഇത് നിയോണിൻ്റെ രീതിയിലാണ്. അതായത് നിയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഒരു സിലിക്ക ബേസ് ചെയ്തിട്ടുള്ള വളരെ ഫ്ലെക്സിബിളായിട്ടുള്ള ഒരു മെറ്റീരിയലിൻ്റെ ഉള്ളിൽ സ്ട്രിപ്പ് അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് വളരെ ഡിഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ലൈറ്റ് ലഭിക്കുകയും അത് വളരെ അധികം ഒരു വിഷ്വൽ ട്രീറ്റാണ് നമുക്ക് നൽകുക. അപ്പോൾ അത്തരത്തിൽ ഉള്ള ഒരു LED പിക്സൽ നിയോൺ ആണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളിപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ഈ ഒരു പിക്സൽ നിയോൺ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഈ സൈഡ് ഭാഗത്ത് മുകളിൽ നിന്ന് താഴെ വരെ 2 സെൻറ്റിമീറ്ററാണ് ഗ്യാപ്പ് ഉള്ളത്. ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് നമ്മൾ ഒട്ടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇവിടെ നമുക്ക് എന്തെങ്കിലും പശ ഉപയോഗിച്ച് ഏതെങ്കിലും പ്രതലത്തിൽ നമുക്കത് ഒട്ടിക്കാൻ സാധിക്കുന്നതാണ്. അവിടെ ആ ഒരു വിഡ്ത്ത് എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്ററാണ്. ഈ ഒരു പിക്സൽ സ്ട്രിപ്പിൻ്റെ ആകെ നീളം 5 മീറ്ററാണ്. ഇത് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കറണ്ട് എന്ന് പറയുന്നത് 12 വോൾട്ട് DCയിൽ 20 ആംപിയറാണ്. ഇതിൻ്റെ ഒരു എൻഡിൽ നമുക്ക് കണക്ടർ കാണാം. ഈ ഒരു എൻഡിൽ നമുക്ക് ഫീമെയിൽ ജാക്കാണുള്ളത്. അവിടേക്കാണ് നമ്മൾ ഡേറ്റ ഫീഡ് ചെയ്യുന്നത്. ഈ ഒരു പിക്സൽ നിയോൺ എങ്ങനെയാണ് ഞാൻ കൺട്രോളറിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണത് സൗണ്ടിനനുസരിച്ച് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. നിങ്ങൾ ഈ കാണുന്നത് 12 വോൾട്ടിൻ്റെ 16 ആംപിയറിൻ്റെ ഒരു സപ്ലൈ ആണ്. അപ്പോൾ ഈ ഒരു സപ്ലൈയിലാണ് ഞാൻ ഈ ഒരു പിക്സൽ സ്ട്രിപ്പ് നിയോൺ കൊടുത്തിരിക്കുന്നത്. ആ ഒരു SMBS ഞാൻ കറണ്ടിലേക്ക് കൊടുത്തിട്ടുണ്ട്, 230 വോൾട്ട് AC. പിന്നെ DC സപ്ലൈ ആയിട്ടുള്ള പ്ലസ് മൈനസ് വന്ന് കയറുന്നത് ഈ ഒരു കൺട്രോളറിലാണ്. ഇത് SP107E എന്ന് പറയുന്ന കൺട്രോളറാണ്. ഇതിനെപ്പറ്റി ഒരു വീഡിയോയും ഞാൻ ഇട്ടിട്ടുണ്ട് ഇതിന് മുന്നേ തന്നെ. ഇതാണ് മ്യൂസിക്കിനനുസരിച്ച് ഈ ഒരു സ്ട്രിപ്പിനെ വർക്ക് ചെയ്യിക്കാൻ വേണ്ടി സഹായിക്കുന്നത്. ഇതിനൊരു ആപ്ലിക്കേഷനുണ്ട്. ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷൻ ത്രൂ നമുക്ക് എത്ര LED ഉണ്ടെന്ന് കോൺഫിഗർ ചെയ്യാൻ കഴിയുകയും അതിനെ നമുക്ക് സൗണ്ടിനനുസരിച്ച് വേണമെങ്കിൽ അങ്ങനെ, അതല്ല സ്ട്രിപ്പ് വർക്ക് ചെയ്യുന്ന പോലെ തന്നെ റണ്ണിങ് എഫക്ട്സ് മതിയെങ്കിൽ അങ്ങനെ നമുക്കിത് വർക്ക് ചെയ്യിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇതിനകത്താണ് ഇൻബിൽറ്റായിട്ടുള്ള മൈക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അതിന് ഞാൻ പറയുന്ന സൗണ്ട് റിസീവ് ചെയ്യാൻ കഴിയുന്നത്. ഇതിൻ്റെ സൈഡിലായിട്ട് ഓഡിയോ ജാക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്. അത് ത്രൂ നമുക്ക് എന്തെങ്കിലും ഒരു മ്യൂസിക് ഡിവൈസിൽ നിന്ന് നമുക്ക് ഓഡിയോ കണക്ട് ചെയ്ത് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാൻ കഴിയും. ഇതിനകത്തുള്ള കണക്ഷൻസിലേക്ക് വരുന്നത് VCC, ഗ്രൗണ്ട്, ഡേറ്റ. അപ്പോൾ VCC എന്ന് പറയുന്നത് റെഡ് വയറാണ്. അപ്പോൾ LED എന്നുള്ള റെഡ് വയർ നമ്മൾ VCCയിൽ കണക്ട് ചെയ്യും. പിന്നെ വൈറ്റ് വയർ ഗ്രൗണ്ടാണ്, അത് നമ്മൾ ഗ്രൗണ്ടിൽ കണക്ട് ചെയ്യും. ഗ്രീൻ വയറാണ് ഡേറ്റ, അത് നമ്മൾ ഡേറ്റ എന്ന് എഴുതിയിരിക്കുന്ന പോയിന്റിലേക്കും കണക്ട് ചെയ്യും. അപ്പോൾ SMBSൽ നിന്ന് വന്ന് കയറുന്നത് ഇവിടെ VCC, ഗ്രൗണ്ട് എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിലാണ് നമ്മളുടെ SMBSൽ നിന്നുള്ള കണക്ഷൻ വന്ന് കയറുന്നത്. കുറേ അധികം വാട്ട്സ് എടുക്കുന്ന LED സ്ട്രിപ്പ് ആണെങ്കിൽ നമ്മൾ നേരിട്ട് തന്നെ പ്ലസ് മൈനസ് LEDയിലേക്ക് ഫീഡ് ചെയ്യാൻ ശ്രമിക്കുക. ഈ ഒരു കൺട്രോളറിന് അത്രയും കറണ്ട് സപ്ലൈ ചെയ്യാനുള്ളൊരു കഴിവുണ്ടായിരിക്കുകയില്ല. ഈ ഒരു കൺട്രോളറിന് ഡേറ്റ കൊടുക്കാൻ കഴിയുന്നത് 950 LEDക്കാണ്. ഇതിൻ്റെ LED ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന്
ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. LED കോഡ് എന്ന ആപ്ലിക്കേഷനാണ് ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതായിരിക്കും. പിന്നെ അടുത്തതായിട്ട് പിക്സൽ സ്ട്രിപ്പാണ്. ഈ ഒരു പിക്സൽ സ്ട്രിപ്പ് നമുക്ക് എങ്ങനെയാണ് ആപ്ലിക്കേഷനിൽ വർക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതാണ് LED കോഡ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. ഇവിടെ മുകളിൽ SP107E എന്ന് പറയുന്ന കൺട്രോളർ കാണാം. അതിനകത്തേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് കണക്റ്റ് ആവും. നമ്മളിതിൻ്റെ IC നമ്പറും മറ്റും അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ ശേഷം താഴെ സെക്ഷനുകളും LED എണ്ണവും, ഞാനിപ്പോൾ ഇവിടെ ഒരു സെക്ഷനും 100 LED ആണ് കൊടുത്തിരിക്കുന്നത്. എൻ്ററിൽ പ്രസ് ചെയ്യുമ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസിലേക്ക് പോകും. ഇപ്പോൾ ഇവിടെ സൗണ്ട് മോഡ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് സൗണ്ട് മോഡ് മാറ്റി മറ്റൊരു മോഡിൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ താഴെ ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ആ ഒരു ഓപ്ഷനിലേക്ക് പോകും. ഇവിടെ സോളിഡ് എന്നാണ് കിടക്കുന്നത്. ഓട്ടോയിൽ ഇട്ട് കഴിഞ്ഞാൽ കളറ് മറ്റൊരു രീതിയിൽ മാറുന്നത് കാണാം. ഇവിടെ എഫക്ട്സ് ഇങ്ങനെ മാറും, അതിനനുസരിച്ച് LED മാറും. നമുക്ക് സോളിഡ് കളർ വേണമെന്നുണ്ടെങ്കിൽ റെഡ്, ഗ്രീന്, ബ്ലൂ, യെല്ലോ, പിങ്ക്, ഗ്രേ, ഐസ് ബ്ലൂ, വൈറ്റ് എന്നിങ്ങനെയുള്ള കളറുകളിൽ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് ഓട്ടോ മോഡിലേക്ക് പോകാം. ഓട്ടോ മോഡിലാണ് ഇപ്പോൾ ഈ ഒരു ഇത് വർക്ക് ചെയ്യുന്നത്. മ്യൂസിക് മോഡിലേക്ക് ഇടാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു LED മ്യൂസിക് മോഡ് നമ്മൾ ഇടുക. അപ്പം മുതൽ ഇത് സൗണ്ടിനനുസരിച്ച് വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. ഹലോ, ഹായ്, ഹലോ. അപ്പോൾ ആപ്ലിക്കേഷനനുസരിച്ച് നമുക്ക് അതിൻ്റെ മൈക്കിൻ്റെ സെൻസിറ്റിവിറ്റി കാര്യങ്ങൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് അതിനകത്തുണ്ട്. അപ്പോൾ ഈ ഒരു പിക്സൽ സ്ട്രിപ്പ് ആയിക്കോട്ടെ, ഈ കാണുന്ന SP107E, അതിനുവേണ്ടി ഉപയോഗിക്കുന്ന SMBS, അതല്ല വേറെയും പിക്സലിൻ്റെ കൺട്രോളറുകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ കൊറിയറിൽ അയച്ചു തരുന്നതാണ്. അപ്പോൾ ഇന്ത്യയിൽ എവിടെയും വിദേശത്തും നമ്മൾക്ക് ഇത് അയക്കാനുള്ള സൗകര്യമുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. മറ്റെന്തെങ്കിലും വിവരങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആവശ്യമുണ്ടെങ്കിൽ ഫോണിൽ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.